ആൽക്കഹോളിക് അനോണിമസിന്റെ മലയാളം പതിപ്പ്. മുഖവുര. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ തങ്ങളുടെ പൊതുപ്രശ്നമായ അമിത മദ്യാസക്തി എന്ന രോഗത്തിന് പരിഹാരം കാണാൻ കഴിയുകയും അപ്രകാരം മറ്റുള്ളവരെ അമിത മദ്യാസക്തിയിൽ നിന്ന് മോചിതരാകാൻ സഹായിക്കുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എ എ. അംഗത്തിനുള്ള ഏക നിബന്ധന മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹം മാത്രമാണ്. മാസവരികളോ മറ്റു ഫീസുകളോ ഇല്ല. ഞങ്ങൾ ഞങ്ങളുടെ തന്നെ സംഭാവനകളോടെ സ്വന്തം കാലിൽ നിൽക്കുന്നു. ഏതെങ്കിലും വിഭാഗം, ഗ്രൂപ്പ്, കക്ഷി രാഷ്ട്രീയം, സംഘടന അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല. തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നില്ല. ഏതെങ്കിലും കാരണങ്ങളെ അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നുമില്ല. ഞങ്ങളുടെ പ്രാഥമികമായ ഉദ്ദേശം മദ്യരഹിതമായ സുബോധാവസ്ഥ നിലനിർത്തണമെന്നും മറ്റ് അമിത മദ്യാസക്തരെ രോഗശമനത്തിനായി സഹായിക്കണം എന്നതുമാണ്. മുഖമൊഴി. നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കുന്ന ഈ ഗ്രന്ഥം 1939 ആദ്യമായി പ്രസിദ്ധീകരിക്കുമ്പോൾ എ അംഗസംഖ്യ വെറും 100 ആയിരുന്നു. അതിനുശേഷം ഈ പുസ്തകം 30 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ പരിഭാഷ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന 1997 വസന്തകാലത്ത് ലോകത്താകമാനം 142 രാജ്യങ്ങളിലായി 89,000 ഗ്രൂപ്പുകളും 20 ലക്ഷത്തിലധികം അംഗസംഖ്യയും ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉള്ളതായി കണക്കാക്കുന്നു. മാറ്റമില്ലാതെ തുടരുന്ന മദ്യപാന രോഗത്തിൽ നിന്നുള്ള സുഖപ്പെടൽ പദ്ധതിയാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. അരനൂറ്റാണ്ട് മുമ്പുള്ള അമേരിക്കൻ സാമൂഹ്യ ജീവിതത്തിന്റെ ചില പ്രകടനങ്ങളും നിരീക്ഷണങ്ങളും ഈ ഗ്രന്ഥത്തിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും പരിപാടിയുടെ അന്തസത്ത ഏത് സംസ്കാരത്തിലും ഉത്കൃഷ്ടം തന്നെ. ഇതിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലിംഗവർഗഭേദമന്യേ ലോകത്തെവിടെയുമുള്ള വ്യക്തികൾ വിജയകരമായി പരീക്ഷിച്ചു നോക്കിയതാണ്. ഭാഷാപരമായ അന്തരങ്ങൾ, സാമൂഹികമോ തൊഴിൽപരമോ ആയ സ്ഥാനങ്ങൾ, ലിംഗവർഗഭേദങ്ങൾ എന്നല്ല ഏതൊരു അതിർവരമ്പുകളെയും അതിശയിച്ചുകൊണ്ട് യുടെ സന്ദേശം ഫലവത്തായി ലോകത്താകമാനം പ്രചരിക്കുന്നു. സ്നേഹത്തിൽ വേരൂന്നിയ വേദനയുടെ ഈ സന്ദേശം ചുറ്റുപാടുകളുടെയും പാരമ്പര്യങ്ങളുടെയും ചാബല്യങ്ങളെ അതിജീവിക്കുന്നു. ഡോക്ടറുടെ അഭിപ്രായം. ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന രോഗശമന പരിപാടിയെക്കുറിച്ച് വൈദ്യശാസ്ത്രത്തിനുള്ള വിലയിരുത്തൽ എന്താണെന്നറിയാൻ വായനക്കാർ തൽപരരായിരിക്കുമെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അംഗങ്ങളുടെ യാതനകളും ആരോഗ്യത്തിലേക്കുള്ള അവരുടെ തിരിച്ചുവരവും നേരിട്ട് കണ്ടനുഭവിച്ച വൈദ്യശാസ്ത്ര രംഗത്തുള്ളവരിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിലുള്ള തെളിവുകൾ വരണം. വളരെ പ്രശസ്തനും മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ആസക്തി ചികിത്സയ്ക്ക് ദേശീയ തലത്തിൽ പേരുകേട്ട ആശുപത്രിയിലെ മുഖ്യനുമായ ഒരു ഡോക്ടർ ആൽക്കഹോളിക്സ് അനോണിമസിന് താഴെ വിവരിക്കും പ്രകാരമുള്ള കത്ത് നൽകി. ആർക്കു ബാധകമോ അവർക്ക്. പല വർഷങ്ങളായി മദ്യപാനാസക്തിയെ ചികിത്സിക്കുന്നതിൽ ഞാൻ പ്രത്യേക വൈദഗ്ധ്യം ആർജിച്ചിട്ടുണ്ട്. തൊഴിൽപരമായി കഴിവുള്ളവനും നല്ല പണം സമ്പാദിക്കാൻ സാധിക്കുന്നവനും പക്ഷേ ആശയ്ക്ക് വഴിയില്ലാത്ത വിധത്തിൽ അമിത മദ്യപാന രോഗിയുമായ ഒരാളെ 1934 അവസാന മാസങ്ങളിൽ ഞാൻ ചികിത്സിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം ഇയാൾക്ക് ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോചനത്തിനുള്ള സാധ്യതയുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. സ്വന്തം പുനരധിവാസത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ മദ്യപാനത്തെക്കുറിച്ചുള്ള അയാളുടെ ആശയങ്ങൾ മറ്റു മദ്യപാനാസക്തരെ ധരിപ്പിക്കുകയും തങ്ങളും ഇതേപോലെ തന്നെ മറ്റു മദ്യപാന രോഗികളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈ ആളുകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അനസ്യൂതമായി വളരുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഇത് അടിസ്ഥാനമായി. ഇദ്ദേഹവും മറ്റു 100-ൽ പരം ആളുകളും രോഗമുക്തി പ്രാപിച്ചതായി കണ്ടു. മറ്റു വിധത്തിലുള്ള മാർഗങ്ങളെല്ലാം പൂർണ്ണമായി പരാജയപ്പെട്ട 100 കണക്കിന് ആളുകളെ എനിക്ക് വ്യക്തിപരമായി അറിയാം. ഈ വസ്തുതകൾ വൈദ്യശാസ്ത്രപരമായി അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ്. അസാധാരണമായ നിലയിൽ ത്വരിതമായ വളർച്ചയ്ക്കുള്ള സാധ്യത ഒളിഞ്ഞുകിടക്കുന്ന ഈ കൂട്ടായ്മ അമിത മദ്യപാനാസക്തിയുടെ വൃത്താന്ത ചരിത്രത്തിൽ ഒരു ഇതിഹാസമായേക്കാം. അങ്ങനെയുള്ള ആയിരക്കണക്കിന് പ്രശ്നങ്ങൾക്ക് ഇവർ എളുപ്പം പരിഹാരം കണ്ടെത്തിയേക്കാം. അവർ ആരെപ്പറ്റി എന്തൊക്കെ പറയുന്നുവോ അവയെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഏറെ വിശ്വാസത്തോടെ, വില്യം ഡി സിൽക്ക്വർത്ത് MD. ഞങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് ഈ എഴുത്ത് തന്ന ഡോക്ടർ
തുടർന്നു വരുന്ന മറ്റൊരു പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ വിപുലീകരിക്കുവാൻ ദയവുള്ളവനായി. മദ്യപാന തകർച്ച മൂലം കഷ്ടപ്പെട്ടവരായ ഞങ്ങൾ വിശ്വസിക്കേണ്ടുന്ന ഒരു വസ്തുത അദ്ദേഹം ദൃഢസ്വരത്തിൽ പ്രസ്താവിക്കുന്നു. അമിത മദ്യപാന രോഗിയുടെ ശരീരവും അയാളുടെ മനസ്സുപോലെ തന്നെ അസാധാരണ തരത്തിൽപ്പെട്ടതാണ്. ജീവിതത്തിൽ പൊരുത്തക്കേടുകളുള്ളവരായതുകൊണ്ടും യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിയകന്നവരായതുകൊണ്ടും മൊത്തത്തിൽ മാനസിക തകരാറുള്ളവരായതുകൊണ്ടുമാണ് ഞങ്ങൾക്ക് കുടി നിയന്ത്രിക്കാൻ സാധിക്കാത്ത വന്നത് എന്ന പറച്ചിൽ ഞങ്ങളെ സമാധാനിപ്പിച്ചില്ല. ഒരു പരിധിവരെ അഥവാ വലിയൊരളവിൽ ഇവയൊക്കെ ഞങ്ങളിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കാം. എന്നാൽ ഞങ്ങളുടെ ശരീരവും രോഗം ബാധിച്ചതാണെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഈ ശാരീരിക വശം ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള അമിത മദ്യപാന രോഗിയുടെ ചിത്രം അപൂർണമായിരിക്കും. മദ്യത്തോട് ഞങ്ങൾക്കൊരു അലർജി ഉണ്ടെന്ന ഡോക്ടറുടെ തത്വം ഞങ്ങൾക്ക് രസകരമായി തോന്നി. സാധാരണക്കാരെന്ന നിലയിൽ ഈ തത്വത്തിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായത്തിന് ഒരർത്ഥവുമില്ല. മുൻ മദ്യപാനികളെന്ന നിലയിൽ ഈ വിശദീകരണം അർത്ഥവത്താണെന്ന് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ഞങ്ങളുടെ വ്യാഖ്യാനത്തിന് വഴങ്ങാത്ത പലതും അത് വിശദീകരിക്കുന്നു. ആത്മീയമോ പരോപകാരാർത്ഥമോ ആയ ഒരു തലത്തിലാണ് ഞങ്ങളുടെ പ്രശ്നപരിഹാര മാർഗങ്ങൾ കുരുപ്പിടിപ്പിക്കപ്പെട്ടതുള്ളതെങ്കിലും അങ്ങേയറ്റം വിറയലും ബുദ്ധിമാന്ദ്യവുമുള്ള അമിത മദ്യപാന രോഗിക്ക് വേണ്ട ആശുപത്രി ചികിത്സയെയാണ് ഞങ്ങൾ അനുകൂലിക്കുന്നത്. മിക്കപ്പോഴും ഒരു മനുഷ്യനെ സമീപിക്കുന്നതിന് മുമ്പ് അയാളുടെ തലച്ചോറ് ശുദ്ധീകരിക്കണമെന്നുള്ളത് നിർബന്ധമായും വേണ്ടിവരുന്നു. ഞങ്ങൾക്ക് നൽകുവാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്വീകരിക്കുവാനും ഇത് അയാൾക്ക് കൂടുതൽ അവസരം നൽകുന്നു. ഡോക്ടർ എഴുതുന്നു, ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം മദ്യത്തിന് അടിമപ്പെട്ടു പോയ അമിത മദ്യപാന രോഗികൾക്ക് അതീവ പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായവരെ ചികിത്സിക്കുന്ന വളരെ പഴക്കം ചെന്ന ഒരാശുപത്രിയിൽ വളരെ കാലം മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ എനിക്കുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് വളരെ വിദഗ്ധമായി ഇതിൽ വിശദീകരിച്ചിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ച് കുറേ വരികൾ എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്കും അതീവ സംതൃപ്തി തോന്നി. അമിത മദ്യപാന രോഗികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാർമ്മിക മനഃശാസ്ത്രം അടിയന്തര പ്രാധാന്യമുള്ളതാണ് എന്ന് ഡോക്ടർമാരായ ഞങ്ങൾക്ക് ബോധ്യമായിട്ട് വളരെ കാലമായെങ്കിലും അതെങ്ങനെ പ്രായോഗികമാക്കണമെന്നത് ഞങ്ങളുടെ ധാരണകൾക്കതീതമായ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ അത്യാധുനികമായ നിലവാരങ്ങളും എല്ലാത്തിനോടുമുള്ള ശാസ്ത്രീയമായ സമീപനങ്ങളും കൊണ്ട് കൃത്രിമമായ അറിവുകൾക്കപ്പുറമുള്ള നന്മയുടെ ശക്തികൾ പ്രയോഗിച്ചു നോക്കാൻ ഒരുപക്ഷെ നാം സുസജ്ജരോ സന്നദ്ധരോ അല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാക്കളിൽ പ്രധാനിയായ ഒരാൾ ഈ ആശുപത്രിയിൽ ഞങ്ങളുടെ കീഴിൽ ചികിത്സയ്ക്കായി വരികയും ഇവിടെ വെച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ ഗ്രഹിക്കുകയും അവ ഉടൻ തന്നെ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ അനുഭവങ്ങൾ ഇവിടെയുള്ള മറ്റു രോഗികളോടും പറയാൻ അദ്ദേഹം അനുവാദം ചോദിക്കുകയും ഞങ്ങൾ അർദ്ധമനസ്സോടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങൾ നിരന്തരമായി പിന്തുടരുന്ന കേസുകൾ വളരെ രസകരമായിരുന്നു. സത്യത്തിൽ അവയിൽ പലതും അത്ഭുതകരങ്ങളുമായിരുന്നു. ഞങ്ങൾ ഇവരെ അറിഞ്ഞിടത്തോളം ഇവരുടെ നിസ്വാർത്ഥതയും ലാഭേച്ഛയുടെ പരിപൂർണമായ അഭാവവും കൂട്ടായ്മ മനസ്ഥിതിയും മദ്യപാന രോഗ ചികിത്സാ രംഗത്ത് വളരെ നാൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഏതൊരാൾക്കും വളരെ പ്രചോദനമരുളുന്നതാണ്. അവരിൽ തന്നെയും അതിലുപരിയായി ചിരകാല മദ്യപാന രോഗികളെ മരണത്തിന്റെ പടിവാതിക്കൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷപ്പെടുത്തുന്ന ശക്തിയിലും വിശ്വസിക്കുന്നു. തീർച്ചയായും ഒരു മദ്യപാന രോഗിയെ അയാളുടെ ശരീരത്തിന്റെ മദ്യത്തിനു വേണ്ടിയുള്ള ആർത്തിയിൽ നിന്നും സ്വതന്ത്രനാക്കേണ്ടത് ആവശ്യമാണ്. ഇതിന് നിശ്ചയമായും ആശുപത്രി ചികിത്സാക്രമം വേണ്ടതാണ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ മനഃശാസ്ത്രപരമായ ചികിത്സാ രീതികൾ കൊണ്ട് പരമാവധി പ്രയോജനമുണ്ടാകൂ. പല വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിശ്വസിക്കുകയും അഭിപ്രായപ്പെട്ടതുമായ ഒരു കാര്യമുണ്ട്. അതായത്, ഈ മദ്യപാന രോഗികളിൽ മദ്യത്തിന്റെ പ്രവർത്തനം ഒരുതരം ശാരീരികമായ അലർജിയുടെ രൂപത്തിലാണ്. മദ്യത്തോടുള്ള ആർത്തി ഇത്തരക്കാരിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. മറ്റു സാധാരണ മദ്യപാനികളിൽ ഈ അവസ്ഥ ഉണ്ടാവുകയില്ല. ഇങ്ങനെ അലർജിയുള്ളവർക്ക് ഒരിക്കലും സുരക്ഷിതമായി ഏതൊരു തരത്തിലുള്ള മദ്യവും കഴിക്കാൻ സാധ്യമല്ല. ഒരിക്കൽ ഈ ശീലം രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അത് മറികടക്കാൻ പറ്റാതെ വരുന്നു എന്ന് മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മനുഷ്യ സഹജമായ കാര്യങ്ങളിലൊന്നും ഊന്നൽ നൽകാതെ അവരുടെ പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടുകയും അവ പരിഹരിക്കാൻ അവിശ്വസനീയമായ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. വികാരസാന്ദ്രമായ സമീപനങ്ങളും മറ്റും മതിയാകാതെ വരുന്നു. ഈ അമിത മദ്യപാന രോഗികൾക്ക് അവരിൽ താല്പര്യമുള്ളവരാക്കി പിടിച്ചു നിർത്താനുതകുന്ന തരത്തിലുള്ള സന്ദേശത്തിന് ആഴവും തൂക്കവും ഉണ്ടായിരിക്കണം. മിക്കവാറും എല്ലാവരും
മിക്കവാറും എല്ലാവരുടെ കാര്യത്തിലും അവരുടെ ആശയങ്ങളെ അവരെക്കാൾ വലിയൊരു ശക്തിയിൽ ഉറപ്പിച്ചു നിർത്തിയാൽ മാത്രമേ അവരുടെ ജീവിതം വീണ്ടും നല്ല രീതിയിൽ രൂപപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അമിത മദ്യപാന രോഗികൾക്ക് വേണ്ടിയുള്ള ആശുപത്രിയുടെ മേൽനോട്ടം വഹിക്കുന്ന മനോരോഗ ചികിത്സകർ എന്ന നിലയിൽ ഞങ്ങൾ വികാരഭരിതരായിപ്പോയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർ ഞങ്ങളോടൊപ്പം ഈ പോർക്കളത്തിൽ സ്വല്പനേരം നിൽക്കട്ടെ. കൊടും നിരാശയിലാ കൊടും നിരാശയിലാണ്ട ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും മറ്റു ദുരിതങ്ങളെയും അവർ കാണട്ടെ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ ദിനചര്യകളിൽ ഒന്നാകട്ടെ. അവരുടെ നിദ്രായാമങ്ങൾ പോലും ഇതിനായി ചെലവിടട്ടെ. അവരിൽ ഏറ്റവും കടുത്ത ദോഷൈക ദൃക്കുകൾക്ക് പോലും ഞങ്ങൾ അവരെ ഇതേപടി സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ അത്ഭുതപ്പെടില്ല എന്നാണ് ചിരകാല അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ അവർക്കിടയിൽ തന്നെ വളരുന്ന ഈ പരോപകാര പ്രസ്ഥാനത്തേക്കാൾ കൂടുതലായി ഇവരുടെ പുനരധിവാസത്തിനുതകുന്ന മറ്റൊന്നും തന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നതാണ്. മദ്യമുളവാക്കുന്ന പ്രതികരണം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പ്രധാനമായും സ്ത്രീ പുരുഷന്മാർ മദ്യം കഴിക്കുന്നത്. മദ്യം അത്രമേൽ കബളിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. വികാരോന്മത്തത ഹാനികരമാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ കുറെ കഴിയുമ്പോൾ തെറ്റിൽ നിന്നും ശരി തിരിച്ചറിയാൻ സാധിക്കാത്ത സ്ഥിതിയിൽ അവരെത്തുന്നു. അവർക്ക് അവരുടെ മദ്യപാന ജീവിതം മാത്രമായി ഒന്നായി അനുഭവപ്പെടുന്നു. അവർ അസ്വസ്ഥരും മുൻചുണ്ടിക്കാരുമാണ്. കുറച്ചു പെഗുകൾ പെട്ടെന്ന് അകത്താക്കുമ്പോൾ ലഭിക്കുന്ന സ്വൈര്യവും സുഖവും വീണ്ടും അനുഭവിക്കാതെ വന്നാൽ അവർ അസ്വസ്ഥരും ശുണ്ഠിക്കാരും അസംതൃപ്തരുമായി തീരുന്നു. മറ്റുള്ളവർ അപായരഹിതമായി കഴിക്കുന്ന പെഗുകൾ നിരവധി പേർക്ക് പറ്റുന്നത് പോലെ കഴിക്കാൻ അവർക്ക് പറ്റാതെ വരുന്നു. മദ്യപിക്കാൻ തുടങ്ങിയാൽ ആ ആഗ്രഹത്തിന് അവർ കീഴ്പ്പെട്ടു പോവുകയും മദ്യത്തോടുള്ള അത്യാസക്തി എന്ന പ്രതിഭാസം അവരിൽ രൂപപ്പെട്ടിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവർ ഒരു മതിച്ചുല്ലസിക്കലിന്റെ വിഖ്യാതമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. പരിതപിച്ചുകൊണ്ട് ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന ദൃഢപ്രതിജ്ഞയോടെ വീണ്ടും അവരെ കാണാനിടയാകുന്നു. ഇത് തുടരെ തുടരെ ആവർത്തിക്കപ്പെടുന്നു. പൂർണ്ണമായ ഒരു മാനസിക മാറ്റം ഇത്തരം ഒരാൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഒരാളുടെ രോഗശമനത്തിന് സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഇത് വിചിത്രമായി തോന്നിയേക്കാം. ഒരു മാനസിക മാറ്റം ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ അന്ത്യവിധിയെടുത്തവൻ എന്ന് തോന്നിക്കപ്പെട്ടിരുന്ന അതേ മനുഷ്യൻ തന്നെ ഒരിക്കലും പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളാൽ കൊടും നിരാശത ബാധിച്ചിരുന്ന ഇതേ വ്യക്തിക്ക് തന്നെ മദ്യത്തോടുള്ള തൻ്റെ ആഗ്രഹം എളുപ്പം നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനായി തീരുന്നത് വളരെ പെട്ടെന്ന് സ്വയം ബോധ്യമാകുന്നു. ഇതിനാവശ്യമായത് ഏകദേശം ചില ലളിതമായ തത്വങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ്. ഡോക്ടർ, എനിക്കതുപോലെ കഴിയാൻ പറ്റില്ല, എനിക്കിത് നിർത്തണം, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല, അങ്ങനെ സഹായിക്കണം, ഇപ്രകാരം എന്നോട് ആത്മാർത്ഥമായി നിരാശയോടെ കെഞ്ചിയിട്ടുള്ളവരുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ഡോക്ടർ അയാൾ തന്നോട് തന്നെ സത്യസന്ധത പുലർത്തിയിരുന്നുവെങ്കിൽ അയാൾക്ക് തൻ്റെ അപര്യാപ്തത ബോധ്യപ്പെടും. അയാളിലുള്ളതെല്ലാം അയാൾ നൽകുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും മതിയാകാതെ വരുന്നു. മനുഷ്യശക്തിക്ക് അതീതമായ എന്തോ ഒന്ന് ത്വരിതമായ മാനസിക വ്യതിയാനത്തിന് ആവശ്യമാണ് എന്ന് കാണാവുന്നതാണ്. മനഃശാസ്ത്രപരമായ ചികിത്സയിൽ കൂടിയുള്ള രോഗശമനം മൊത്തത്തിൽ ഗണനീയമാണെങ്കിലും ഞങ്ങൾ ചികിത്സകർക്ക് സമഗ്രമായ ഈ പ്രശ്നത്തിൽ ഒരു ചെറിയ തോതിലുള്ള നേട്ടമേ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് സമ്മതിക്കേണ്ടി വരും. പല കേസുകളും സാധാരണ രീതിയിലുള്ള മനഃശാസ്ത്രപരമായ സമീപനത്തിന് വഴങ്ങുന്നില്ല. മദ്യപാനാസക്തി മനോനിയന്ത്രണത്തിന്റെ പ്രശ്നമാണെന്ന് കരുതുന്നവരോട് എനിക്ക് യോജിപ്പില്ല. ഉദാഹരണമായി, എനിക്കറിയാവുന്ന ചിലർ നിശ്ചിത സമയത്തിനകം തീർക്കേണ്ട അവരുടെ പ്രശ്നങ്ങളിലോ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലോ മാസങ്ങളോളം വ്യാപൃതരായി അനുകൂലമായ പരിഹാരം കണ്ടെത്തുന്നതായി അറിയാം. സ്വല്പം മദ്യപിക്കുന്നു എങ്കിൽ മദ്യത്തിനോടുള്ള അമിതാസക്തി എന്ന പ്രതിഭാസം മറ്റെല്ലാത്തിലുമുപരി അവരെ ബാധിക്കുകയും തന്മൂലം അവരുടെ എല്ലാ പ്രധാന സംഗതികൾക്കും മുടക്കം വരികയും ചെയ്യുന്നു. ഈ ആളുകൾ പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലിന് വേണ്ടിയല്ല കുടിക്കുന്നത്. അവരുടെ മനോനിയന്ത്രണത്തിനും അതീതമായ ഒരു ആർത്തിയെ അതിജീവിക്കാനാണ് അവർ കുടിക്കുന്നത്. ഈ അത്യാസക്തി എന്ന പ്രതിഭാസത്തിൽ നിന്ന് പല വിധത്തിലുള്ള സ്ഥിതിഗതികൾ സൃഷ്ടിക്കപ്പെടുകയും ചിലപ്പോൾ ചെറുത്തുനിന്ന് പൊരുതുന്നതിന് പകരം ഇത്തരക്കാരുടെ സർവനാശനത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നു. മദ്യപാനാസക്തരെ തരംതിരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരമൊരു വിശദമായ വിശകലനം ഈ ഗ്രന്ഥത്തിന്റെ പരിധിക്ക് അപ്പുറവുമാണ്. വൈകാരികമായ സമതുലനാവസ്ഥ നഷ്ടപ്പെട്ട ചിത്തരോഗികളുണ്ട്. കുടി നിർത്താൻ ഇടയ്ക്കൊക്കെ പരീക്ഷിച്ചു നോക്കുമെങ്കിലും തുടർന്നും അവരറിയാതെ കുടി തുടർന്നുകൊണ്ടു പോകുന്നവരാണിവർ. അത്യധികം പശ്ചാത്താപമുള്ള ഇവർ എപ്പോഴും പ്രതിജ്ഞകൾ എടുക്കും, പക്ഷെ ഒരിക്കലും തീരുമാനമെടുക്കില്ല. തനിക്ക് മദ്യം കുടിക്കാൻ പാടില്ലെന്ന് സമ്മതിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവർ പല രീതിയിലും കൂടി ആസൂത്രണം ചെയ്യും. മദ്യത്തിന്റെ തരം മാറ്റി നോക്കും.
കുടിക്കുന്ന സാഹചര്യം മാറ്റി നോക്കും. കുറെ കാലം കുടിക്കാതെ ഇരിക്കുന്നതിന് ശേഷം അപകടം കൂടാതെ കുടിക്കാം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. സ്നേഹിതന്മാർക്ക് വേണ്ടപ്പെട്ടവർക്കും മനസ്സിലാകാത്ത വിധത്തിലുള്ള വിഷാദ രോഗികളായ ചില മദ്യപരുണ്ട്. അവരെപ്പറ്റി ഒരധ്യായം തന്നെ എഴുതാം. മദ്യപാനം കൊണ്ടുണ്ടാകുന്ന പ്രതികരണങ്ങളുടെ കാര്യത്തിലൊഴികെ ബാക്കി എല്ലാ വിധത്തിലും സാധാരണ നില പുലർത്തുന്ന ചിലരുണ്ട്. ഇവർ പൊതുവെ കഴിവുള്ളവരും ബുദ്ധിശാലികളും സ്നേഹമുള്ളവരുമായിരിക്കും. ഇവർക്കും ഇവരെ പോലുള്ള ധാരാളം പേർക്കും പൊതുവായ ഒരു ലക്ഷണമുണ്ട്. ആർത്തി എന്ന പ്രതിഭാസമില്ലാതെ അവർക്ക് കുടി തുടങ്ങാൻ സാധ്യമല്ല. ഞങ്ങൾ പറയുന്ന ഈ പ്രതിഭാസം ഒരുപക്ഷെ മദ്യത്തോടുള്ള ശാരീരികമായ അലർജിയുടെ രൂപത്തിലുള്ളതാകാം. ഇതാകട്ടെ ഇവരെ തരംതിരിച്ച് ഒരു പ്രത്യേകതരം സൃഷ്ടികളായി മാറ്റി നിർത്തുന്നു. ഈ ആർത്തിയെ തങ്ങൾക്കറിയാവുന്ന ഏതു തരത്തിലുള്ള ചികിത്സാ രീതി കൊണ്ടും ഒരിക്കലും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പൂർണ്ണമായും കുടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് തങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ള ഏക പരിഹാരം. ഈ അഭിപ്രായം നമ്മെ തിളച്ചുമറിയുന്ന കോലാഹലങ്ങളുടെ തലത്തിലേക്ക് പെട്ടെന്ന് നയിക്കുന്നു. ഈ അഭിപ്രായത്തെ പ്രതികൂലിച്ചും എതിർത്തും ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഡോക്ടർമാരായ ഞങ്ങൾക്കിടയിലെ പൊതുവായ അഭിപ്രായം ചിരകാല മദ്യപാന രോഗി നാശത്തിലെത്തും എന്ന് തന്നെയാണ്. ഇതിന് പരിഹാരം എന്താണ്? എൻ്റെ തന്നെ അനുഭവത്തിലൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് നല്ലൊരു ഉത്തരം നൽകാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. ഈ അനുഭവത്തിന് ഏകദേശം 1 വർഷം മുമ്പ് പഴക്കം ചെന്ന ഒരു മദ്യപാന രോഗിയെ ചികിത്സിക്കാൻ കൊണ്ടുവന്നു. കുടലിലെ രക്തസ്രാവത്തിൽ നിന്ന് കുറെ ഭേദം കണ്ടു തുടങ്ങിയ ഇയാൾ രോഗം മൂലം മാനസിക നില തകർന്ന നിലയിലുള്ള ഒരാളായിരുന്നു. ജീവിതത്തിൽ വിലമതിക്കാനാവുന്നതിലെല്ലാം നഷ്ടപ്പെട്ട ഇയാൾ സാധാരണ പറയാറുള്ളത് പോലെ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയായിരുന്നു. ഇയാളുടെ കാര്യത്തിൽ പ്രത്യാശയ്ക്ക് വഴിയില്ലെന്ന് അയാൾ തന്നെ വിശ്വസിക്കുകയും തുറന്നു സമ്മതിക്കുകയും ചെയ്തു. അയാളുടെ ശരീരത്തിൽ നിന്ന് മദ്യത്തിന്റെ അംശം വേർപെടുത്തി കഴിഞ്ഞപ്പോൾ അയാളുടെ തലച്ചോറിന് സ്ഥായിയായ തകരാറൊന്നുമില്ലെന്നും കണ്ടു. ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പരിപാടി അയാൾ സ്വീകരിച്ചു. 1 വർഷത്തിന് ശേഷം അയാൾ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു അത്. ഈ മനുഷ്യനെ പേരുകൊണ്ട് എനിക്കറിയാമായിരുന്നു. അയാളുടെ ചില പെരുമാറ്റ രീതികളും എനിക്ക് തിരിച്ചറിയാമായിരുന്നു. അത്രമാത്രം വിറച്ചും വേവലാതിപ്പെട്ടും നാഡീവ്യൂഹങ്ങൾ തകർന്നുമുള്ള ഒരവസ്ഥയിൽ നിന്നും സ്വാശ്രയശീലനും ദയാശീലനുമായ ഒരാൾ ഉയർന്നു വന്നിരിക്കുന്നു. അയാളോട് ഞാൻ കുറച്ചുനേരം സംസാരിച്ചു. പക്ഷേ നേരത്തെ കണ്ടിരുന്ന തരത്തിലുള്ള ആളാണയാളെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ എനിക്ക് തികച്ചും അപരിചിതനെ പോലെ തോന്നി. അങ്ങനെ അയാൾ യാത്ര പറഞ്ഞുപോയി. മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാതെ വളരെ കാലം അയാൾ ജീവിച്ചു. എനിക്ക് മാനസികമായി ഉന്മേഷം വരുത്തണമെന്ന് തോന്നുമ്പോഴൊക്കെ ന്യൂയോർക്കിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച എനിക്ക് മാനസികമായി ഉന്മേഷം വരുത്തണമെന്ന് തോന്നുമ്പോഴൊക്കെ ന്യൂയോർക്കിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച ഒരാളുടെ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഈ രോഗി സ്വന്തമായി തന്നെ തൻ്റെ രോഗനിർണയം നടത്തിയിട്ടുണ്ടായിരുന്നു. തൻ്റെ കാര്യം പ്രതീക്ഷയറ്റതാണെന്നറിഞ്ഞ ഇയാൾ മരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ ഒരു വൈക്കോൽ പുരയിൽ ഒളിച്ചിരുന്നു. ഇയാളെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചവരിൽ ഒടുവിൽ അയാളെ കണ്ടുപിടിച്ച് വളരെ വഷളായ സ്ഥിതിയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശാരീരികമായ ശുശ്രൂഷകൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത ഇയാൾ തുടർന്ന് എന്നോട് സംസാരിച്ചു. ആ സംഭാഷണത്തിനിടയിൽ അയാൾ ഒരു കാര്യം തുറന്നു പറഞ്ഞു. ആരും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഭാവിയിൽ കുടിക്കുന്നതിനുള്ള തോന്നലിൽ നിന്ന് വിട്ടുനിൽക്കാനാവുന്ന മനഃശക്തി അയാൾക്ക് നൽകാമെന്ന് ഉറപ്പുകൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ചികിത്സ ഒരു യഥാശ്രമമായിരിക്കുമെന്ന് അയാൾ കരുതുന്നതായി എന്നോട് പറഞ്ഞു. ഇയാളുടെ മദ്യപാനാസക്തി വളരെ സങ്കീർണവും അയാളുടെ വിഷാദം വളരെ വലുതുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അക്കാലത്ത് ധാർമ്മിക മനഃശാസ്ത്രം എന്ന് വിളിച്ചിരുന്ന മാർഗമായിരിക്കും അയാൾക്ക് പ്രത്യാശയ്ക്കുള്ള ഏക കാര്യമെന്ന് ഞങ്ങൾ കരുതി. അതുപോലും എന്തെങ്കിലും തരത്തിൽ ഫലപ്രദമായിരിക്കുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമുള്ളവരായിരുന്നു. എന്തായാലും ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ ഇയാളെ സ്വാധീനിച്ചു. നിരവധി വർഷങ്ങളോളം അയാൾ കുടിക്കാതിരുന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ അയാളെ കാണാറുണ്ട്. ആരും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല മനുഷ്യക്കോലത്തിലാണ് അയാൾ. ഉടനീളം ഈ പുസ്തകം വായിക്കണമെന്ന് ഓരോ മദ്യപാന രോഗിയോടും വിനീതമായി ഞാൻ ഉപദേശിക്കുന്നു. അയാൾ ഒരുപക്ഷെ പരിഹസിച്ചേക്കാമെങ്കിൽ പോലും പ്രാർത്ഥനയായിട്ടെങ്കിലും
അയാൾ അവശേഷിച്ചേക്കാം. വില്യം ഡി സിൽക്ക്വർത്ത് MD.